Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തോളം വലിപ്പമുള്ള വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. വചനം കേൾക്കുമ്പോൾ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കർത്താവ് തരും. വചനം പറയുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു ഫാമിലിയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും നിൻ്റെ ആത്മാവും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 15:26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് കേൾക്കണം. അവന് പ്രസാദമുള്ളത് ചെയ്യുകയും. പലപ്പോഴും നമ്മൾ എന്താ കേൾക്കും, ശ്രദ്ധിക്കത്തില്ല. കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടു, പക്ഷെങ്കിൽ പലതും ശ്രദ്ധയോടെ കേൾക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം. ശ്രദ്ധിച്ചു കേട്ടാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്തത്, മരുന്നിന് ചെയ്യാൻ കഴിയാത്തത്, ഡോക്ടറിന് ചെയ്യാൻ കഴിയാത്തത്, ആമേൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിന്നെ സൗഖ്യമാക്കും. യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നീ വേദനയോടാണോ, നിന്റെ രോഗത്തെക്കുറിച്ച് പേടിച്ചാണോ നീ വന്നിരിക്കുന്നത്? ഒട്ടും പേടിക്കേണ്ട. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്ന ദൈവം. നീ അവൻ്റെ കൽപ്പനകളിൽ അവന് പ്രസാദമായുള്ളത് ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധിയും നിനക്ക് വരുത്തത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കർത്താവ് നമ്മെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ ആരോഗ്യത്തോട് വരുവാനിടയായത്. ഹല്ലേലൂയ. അല്പസ്വല്പം പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, നീ വഴികളിൽ കൽപ്പനകൾ അനുസരിച്ച് വചനം പ്രമാണിക്കുന്നവളാണോ, നിന്റെ രോഗത്തെ കർത്താവിനെ സൗഖ്യമാക്കും, നിന്റെ വേദനയെ കർത്താവ് അകറ്റും, നിന്റെ ബാധ്യതയെ കർത്താവ് തീർക്കും, നിന്റെ ജപ്തിയെ കർത്താവ് മാറ്റും. ആമേൻ. നിന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം സ്ഥലമുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നമ്മുടെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ട് വെറുതെ ആക്കിയതുവനല്ല. തരാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തരും. ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും. അത്ര ഉറപ്പുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒരു കാര്യവുമില്ല. നീ പ്രസാദമായുള്ള ചെയ്ത് ഇസ്രായേൽ മക്കൾ വരുമ്പോഴാണ് ശൂർ മരുഭൂമിയിൽ വന്നപ്പോൾ അവർക്ക് വെള്ളം ഇല്ല. വെള്ളം എന്താ? കഴിക്കുന്നതാ. നിന്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഒത്തിരി കയ്പ് നീ കുടിച്ചെങ്കിൽ ഇന്ന് കർത്താവ് അത് മധുരമാക്കാൻ പോവാം. ഒരു മാറയിലെത്തിയപ്പോൾ കഴിക്കുന്ന വെള്ളം, ആ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവത്തോട് പിറുപിറുത്തു, അല്ലെങ്കിൽ മോശയോട് പിറുപിറുത്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. കർത്താവിനോട് മത്സരിക്കുകയോ പിറുപിറുക്കുകയോ മാത്രം അരുത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മൾ ചിന്തിച്ച സമയത്ത് ചെയ്ത് തന്നില്ലെന്ന് വെച്ച് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ
താണിരിപ്പീൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിന്റെ സകല ചിന്താകുലോ അവന്റെ മേലിട്ടുകൊള്ളുവിൻ. നീ 3, 4, 5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നിനക്ക് ഒത്തിരി ചിന്താകുലമുണ്ട്. അതൊക്കെ അപ്പുറത്തോട് മാറ്റി വെച്ചിട്ട് നീ എൻ്റെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, നീ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ, സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ, നീ ആ കാര്യം മറന്നുപോയി ആരാധിക്കുമ്പോൾ, നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അതിന് വിടുതൽ കർത്താവ് തന്നിരിക്കും. ഹല്ലേലൂയ. നിന്റെ സകല ചിന്താകുലും എൻ്റെ മേലിട്ട് മാറയിൽ വന്നപ്പോൾ വെള്ളം കഴിക്കുന്നു. ഒത്തിരി മരുഭൂമിയിൽ കൂടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വരുന്ന ഇസ്രായേൽ മക്കൾക്ക് വെള്ളമില്ലാതെ വന്നപ്പോൾ ഒരു കുപ്പി വെള്ളമോ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയാലെങ്കിലും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച സന്ദർഭങ്ങളില്ലേ? ആരെന്നെയും തണുപ്പിക്കും, ആരെന്നെയും ആശ്വസിപ്പിക്കും, ആരെനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ആശ്വാസമുണ്ടാകും അനേകർക്ക്. അതാണ് കർത്താവ് പറയുന്നത്, എന്നിൽ നിന്ന് കുടിക്കുന്നവൻ ഇനി ഒരു നാൾ. ശമര്യക്കാരത്തി സ്ത്രീ ഒരിക്കൽ വെള്ളം കോരുവാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവിടെ ഈ വെള്ളം നിനക്ക് കോരിയാൽ പീത് കുടിച്ചാൽ പിന്നെയും നിനക്ക് എന്തോ ചെയ്യും? ദാഹിക്കുക. എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കത്തില്ല. കർത്താവ് നമ്മുടെ ദാഹം തീർക്കുന്നത്, വിശപ്പകറ്റുന്നവൻ, നമ്മളെ വേദന അറിയുന്നവൻ, കഷ്ടപ്പെടുത്താതെ നമുക്ക് വേണ്ടി ചിലത് ചെയ്തു തരുന്ന കർത്താവ്. വെള്ളം കുടിക്കുമ്പോഴുള്ള ആശ്വാസം പോലെ ഒത്തിരി ദാഹിച്ച് വലഞ്ഞു നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാൽ ഏറ്റവും വലിയ ടേസ്റ്റായിട്ട് നമ്മൾ അത് കുടിക്കും. വചനം ഭക്ഷിക്കുമ്പോൾ ഈ ടേസ്റ്റ് നമുക്കുണ്ടാണ്. ദാഹത്തോടെ വിശപ്പോടെ നീ വന്നെങ്കിൽ നിന്റെ ദാഹം ശമിപ്പിക്കുന്ന വചനം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറയിലെത്തിയപ്പോൾ ആ വെള്ളം കഴിക്കുന്നു. ഉടനെ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ്, അതിന് കർത്താവിൻ്റെ അടുക്കൽ നീ വന്നിട്ട് വചനം പ്രമാണിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ചില കയ്പ് വരുമ്പോൾ മാറിയിരുന്നു പിറുപിറുക്കാതെ കാര്യം പറയണം. ഹല്ലേലൂയ. വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് തുപ്പാനും വയ്യ, ഇങ്ങോട്ട് ഇറക്കാനും വയ്യാതെ മുഖം വീർപ്പിച്ച് നീ ഇരിക്കേണ്ട. തുപ്പിക്കളഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ പരിഹരിക്കുന്ന ആൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ വെള്ളം നീ ഒന്ന് ഈ കയ്പ് നിനക്കൊന്ന് തുപ്പാമോ? തുപ്പിയിട്ട് എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് പ്രതിസന്ധി ഉണ്ട്, ഞാൻ കയ്പിൻ്റെ അനുഭവത്തിലാണെന്ന് പറയാം, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് മധുരമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുപ്പിക്കളഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് പരിഹാരമുണ്ടാവും. അല്ല, കുറച്ച് ദിവസം നീ എന്തോ ചെയ്യേണ്ടി വരും? ഈ വെള്ളമായി വെച്ചോണ്ട് ഈ കയ്പ് കുടിക്കേണ്ടതായിട്ട് വരും. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ കയ്പുണ്ടോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, നീ തുപ്പിക്കളഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഈ വെള്ളം കയ്പാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദൈവം അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതങ്ങോട്ടിട്ട് വെള്ളത്തിലോട്ടിട്ട് കഴിഞ്ഞപ്പോൾ അതേ വെള്ളം തന്നെ മധുരമായി തീർന്നു. ഹല്ലേലൂയ. കയ്പിനെ മധുരമാക്കുന്ന കർത്താവ്. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി, നിന്റെ തലമുറയെ കൊണ്ട് നിനക്ക് ഇച്ചിരി വിഷമമുണ്ടെങ്കിൽ ആ മകൻ തന്നെ നിന്നെ മധുരിപ്പിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആ കയ്പിനെ അല്ല, വേറെ സെപ്പറേറ്റ് ഒരു വെള്ളമൊന്നും അവിടെ കൊടുത്തില്ല, അത് തന്നെ എൻ്റെ ദൈവം കൊണ്ട് മധുരമാക്കി കൊടുത്തു. എൻ്റെ കർത്താവ് ആരാ? സർവശക്തൻ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകളെ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്. നിനക്ക് ആവശ്യമുള്ളതൊക്കെ വായുവിൽ മറച്ചു വെച്ച കർത്താവ്. നീ ചോദിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല. ചിലപ്പോൾ നമ്മൾ വല്ലാതെ യാചിക്കാണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. കർത്താവ് പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ നീ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും നമുക്ക് ലഭിക്കാത്തത് നമ്മൾ കറക്റ്റായിട്ട് പറയത്തില്ല. എനിക്ക് ആ വിടുതൽ തന്നേരം ഈ വിടുതൽ തന്നേ, നീ കറക്റ്റായിട്ട് എഴുതി നിനക്ക് എന്തു വേണമെന്ന് അതുപോലെ മനസ്സിൽ തീരുമാനിച്ചിട്ട് വേണം എൻ്റെ കർത്താവിനോട് ചോദിക്കാൻ. എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവം. നീ ചോദിച്ചതുപോലുള്ളത് നിൻ്റെ കയ്യിൽ കൊണ്ടു തരുന്ന കർത്താവ്. നീ വിചാരിച്ചതുപോലുള്ള കാര്യങ്ങൾ കയ്യിൽ കൊണ്ടു തരും കർത്താവ്. നിനക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്ന കർത്താവാണ്. വചനം പ്രമാണിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ വചനം എൻ്റെ കാലിന് ദീപമാണ്. നിന്നെ ഞാൻ വിളിച്ചിറക്കിയേക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ. അവൻ്റെ വചനം പ്രമാണിച്ചാൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ വചനം പ്രമാണിച്ചാൽ ഞാൻ നിനക്കൊരുക്കിയിരിക്കുന്നത് ആമേൻ ആമേൻ ഇരുമ്പും കല്ലും വെട്ടിയെടുക്കുന്ന ദേശം, ആമേൻ താഴ്വരകളുള്ള ദേശം, മുന്തിരിത്തോട്ടമുള്ള ദേശം, വിവരിച്ച് പറയാൻ കഴിയാത്തതുപോലെ അനുഗ്രഹമുള്ള ദേശം. നിന്റെ ദൈവമായ യഹോവ നിന്നെ നാം നല്ല ദേശത്തേക്കല്ലയോ കൊണ്ടുപോകുന്നത്. നീ കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ, അവൻ്റെ വചനം പ്രമാണിക്കാൻ തീരുമാനിച്ചാൽ, ആ കൽപ്പനകളിൽ നടക്കുന്നവന്, വചനത്തിൽ കൂടെ നടക്കുന്നവന് കാലിന് ദീപം. നിന്റെ കാൽ തട്ടിപ്പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചോളും. കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം.
കർത്താവ് നിനക്ക് പ്രകാശമായിട്ടൊഴുകിൽ എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലെ യഹോവ ഉദിക്കും. കർത്താവ് നിന്റെ മേൽ ഉദിച്ചാൽ, ദൈവം നിന്റെ മേൽ പ്രകാശിച്ചാൽ, കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചാൽ പിന്നെ നിനക്ക് ഇരിക്കേണ്ടതായിട്ട് വരത്തില്ല. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോട് ഉദിച്ചുയരുന്നത് പോലെ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവർക്ക് വേണ്ടി പകൽ വെയിൽ അവർ കൊണ്ടിട്ടേയില്ല. രാത്രിയിൽ അവർക്ക് വേണ്ടി ഒരു അഗ്നിത്തൂണിനെ എൻ്റെ ദൈവം അങ്ങ് നാട്ടി. ഹല്ലേലൂയ. ഇവിടുത്തെ ഹൈ മാസ്റ്റ് ലൈറ്റ് അങ്ങോട്ട് കത്തിക്കുമ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കത്തിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. കാര്യം ആ നാട് മുഴുവൻ അങ്ങ് പ്രകാശമാണ്. ഇവിടുത്തെ MPയോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA ഒക്കെ ശുപാർശ ചെയ്ത് അവിടെ എഴുതി വെച്ചിരിക്കുക, ഇന്ന MP പറഞ്ഞിട്ടാണ് ഞങ്ങളിത് വെച്ചിരിക്കുന്നത്. ആ MPയെ കൊണ്ട് ഇത്രയും വലിയൊരു ലൈറ്റ് ഈ സിറ്റിയിൽ അല്ലെങ്കിൽ ഈ ടൗണിൽ പൊക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നെങ്കിൽ, എൻ്റെ കർത്താവെ, ഈ 40 ലക്ഷം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരൊറ്റ അഗ്നിത്തൂണ് പൊക്കിയപ്പോൾ ആ കർത്താവിനെ ഓർത്താൽ പകൽ മേഘസ്തംഭമില്ല. ആമേൻ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ ദൂതനെ ആമേൻ നിന്റെ കൈകൾ താങ്ങുവാൻ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഈ വായുവിൽ മറച്ചു വെച്ചിട്ട് നിനക്ക് വേണ്ടുന്ന മന്ന, കാടപ്പക്ഷി, ഇറച്ചി, അപ്പം എന്ന് വേണ്ട സകലതും വിളിച്ച് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാണ്? ആ നല്ല ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ. കർത്താവ് നിന്നിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശം, സുഭിക്ഷതയുള്ള ദേശം, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം, നിത്യജീവൻ നിനക്ക് തരാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്രയധികം എൻ്റെ കർത്താവ് കൊടുക്കുന്നു. അവർക്ക് തേൻ കുട്ടിയ ദോശ, ഇറച്ചി ചോദിച്ചതൊക്കെ അവർക്ക് എൻ്റെ കർത്താവ് കൊടുത്തതാണെന്നറിയാമോ? അവരുടെ ഉടുപ്പ് ഒരിക്കലും പഴകിട്ടില്ല. എപ്പോഴും നനച്ച് തേച്ച് പെർഫ്യൂം അടിച്ച് നല്ല മിടുക്കരായിട്ട് ഇസ്രായേൽ മക്കൾ നടന്നത്. അതിനെക്കുറിച്ച് വല്ല വിഷമം അവർക്കുണ്ടായില്ല. അവരുടെ കാൽ വീങ്ങിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ ഉടുപ്പ് പഴകിയില്ല. അവർ ഭക്തിമാന്മാരുടെ അപ്പം തിന്നു. അവരിൽ ആരും ഒരുത്തനും ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ ദൈവമക്കളായ നമ്മൾക്ക് വേണ്ടി കർത്താവ് കരുതി വെച്ചിരിക്കുന്നത് നിന്റെ ഉടുപ്പ് കീറുവാനോ നിന്റെ ചെരുപ്പ് പഴകുവാനോ നിന്റെ കാൽ വീങ്ങുവാനോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എന്തും പുത്തൻ 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 അനുഭവത്തിൽ കൂടി എൻ്റെ കർത്താവ് നടക്കും. പഴകിയ അവസ്ഥയിലല്ല. ഇന്ന് നീ തീരുമാനിക്കുന്നോ അവൻ്റെ വഴികളിൽ കൂടി നീ നടന്നാൽ ഓരോ ദിവസവും ഏറ്റവും പുതുമയോടെ, ശ്രേഷ്ഠതയോടെ, അനുഗ്രഹത്തോടെ എൻ്റെ കർത്താവ് നിന്നെ നടത്തും. മത്തായി സുവിശേഷം 15:28. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കുണ്ടാകും. പ്രസാദമുള്ളത് ചെയ്താൽ ഇത്രയാണെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്തു കർത്താവ് തരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 15:28. സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവൾ, കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ, കർത്താവിനോടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് പറയുന്നത്, സ്ത്രീയെ, മകളെ, നിന്റെ വിശ്വാസം വലിയത്. ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. എൻ്റെ കൂടെ നടന്ന ചിറ്റന്മാരുടെ പേരിൽ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കാനാന്യ സ്ത്രീ എൻ്റെ കർത്താവിൻ്റെ അടുക്കിലോട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, ഒരു നിവർത്തിയും എനിക്കില്ല, എനിക്കിതൊന്ന് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കാനാന്യ സ്ത്രീയും കൊണ്ട് വരിക. വന്നപ്പോൾ ഇതൊന്നൊക്കെ കേട്ടിട്ട് കർത്താവ് എന്താ പറഞ്ഞു? മക്കളുടെ അപ്പടുന്ന നായ്ക്കുട്ടികൾക്ക് ഞാൻ ഇട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാനാന്യ സ്ത്രീ പലവട്ടം കർത്താവിൻ്റെ കൂടെ ചെന്നിട്ട് കർത്താവ് കാണത്തക്ക രീതിയിൽ, കർത്താവ് അവളെ ഒന്ന് ശ്രദ്ധിക്കത്തക്ക നിലയിൽ അവളോട് വീണങ്ങ് നമസ്കരിച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആരും നിന്നെ ശ്രദ്ധിച്ചില്ല, ആരും നിന്നെ കണ്ടില്ല, ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ലെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടണ്ട. എൻ്റെ കർത്താവിൻ്റെ മുമ്പിലോട്ട് വന്നാൽ നീ ഒന്ന് നെടുമ്പാട് വീഴാൻ, നീ ഒന്ന് കുനിഞ്ഞു വീണ് നമസ്കരിപ്പാൻ തയ്യാറായാൽ എൻ്റെ ദൈവം നിന്നെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി, നമ്മളെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അവരൊന്ന് കാണാൻ വേണ്ടി, അവരൊന്ന് കണ്ടായിരുന്നെങ്കിൽ, നിസ്സാരം ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങിന് പോലും ഒന്ന് കണ്ടായിരുന്നു, എന്നെ പരിചയമുള്ള ആളെ ടോക്കൺ എടുക്കാൻ മറന്നുപോയി, എന്നാൽ എന്നെ ഒന്ന് കണ്ടായിരുന്നെ കയറ്റി വിട്ടേനെ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ വന്നിട്ടില്ലേ?
നമ്മുടെ കർത്താവ് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ കർത്താവിനെ നമ്മളൊന്ന് ശ്രദ്ധിപ്പിക്കാൻ പോയാൽ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്ന് നമസ്കരിക്കാൻ തയ്യാറായാൽ, ഈ കനാന്യ സ്ത്രീ ഇതൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഇനി തൊട്ട് വരുന്നില്ലെന്നൊന്നുമല്ല, അവൾ ഓടി നടന്ന് പുറകെ നടന്നിട്ട് എൻ്റെ ദൈവം ശ്രദ്ധിക്കേണ്ടതുപോലെ അവൻ്റെ മുമ്പിൽ വന്നിട്ട് വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, കർത്താവേ നീ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് വിടുവിക്കണേ, ഇത്രയും വലിയ കഷ്ടപ്പെട്ടാണ് ഞാൻ വരുന്നത്, ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, ഇനി എനിക്കൊരു നിവർത്തിയുമില്ല. നീ ഒരു നിവർത്തിയില്ലാതാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇന്ന് നിനക്ക് വിടുതല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. നിന്റെ വിശ്വാസം പോലെ നീ വേദനിച്ചുകൊണ്ട് വന്ന് നീ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്നത്തെ വചന ശുശ്രൂഷയിൽ, ഇന്നത്തെ പ്രാർത്ഥനയിൽ, ഇന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഏതെങ്കിലും ഒരു നേരത്ത് കർത്താവ് എനിക്ക് മറുപടി തരുമെന്ന് ഉറപ്പോടെ നീ വന്നെങ്കിൽ നിന്നെ മറുപടിയുമായി എൻ്റെ കർത്താവ് നീ വിടും. ഹല്ലേലൂയ. സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭാവിക്കട്ടെ. നമ്മളോടൊക്കെ ഇഷ്ടത്തിന് എടുത്തോളാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എടുക്കും? നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മളെ വിളിച്ചോണ്ട് വേണം. ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞാൽ ഏറ്റവും വിലപിടിപ്പുള്ളത്, ഞാനാണെങ്കിൽ ഏറ്റവും വിലയുള്ളത് മാത്രം നോക്കിയെടുക്കും. ഹല്ലേലൂയ. അങ്ങനെതാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അവൾ ഇത്ര നാളും എഴുതിയ ഈ കൊച്ചിൻ്റെ കാര്യമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അതിനെക്കാട്ടി പ്രയാസമുള്ളത് ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് മുഴുവനും കൂടെ അവൾ സാധിച്ചോണ്ട് നിന്റെ ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞാൽ, നിന്റെ കയ്യിലോട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ലോകത്തിലെ കോടീശ്വരൻ ATM കാർഡും ഒക്കെ തന്നേച്ച് പറഞ്ഞു, നീ ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞാലോ? ഇഷ്ടം പോലെ എടുത്തോളൂ, വേണ്ടുന്നിടത്തോളം. ഇതാണ് കർത്താവ് നമുക്ക് തന്നാൽ അതിന് അളവില്ല, കണക്കില്ല. ആളെന്താ തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ നിന്റെ രക്തം നിന്റെ അമ്മാവൻ തന്നതിനെക്കാട്ടിൽ, നിന്റെ അങ്കിള് തന്നതിനെക്കാട്ടിൽ, നിന്റെ അപ്പൻ തന്നതിനെക്കാട്ടിൽ, നിന്റെ അമ്മ തന്നതിനെക്കാട്ടിൽ, നിന്റെ സഹോദരങ്ങൾ തന്നതിനെക്കാട്ടിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ, ആളെന്ത് തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ എൻ്റെ കർത്താവ് 40 ലക്ഷം ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്ന കൊടുത്തപ്പോൾ ഓരോരുത്തരോട് പറഞ്ഞു, ഇടങ്കഴി വെച്ച് പറക്കിക്കൊള്ളാൻ. കാര്യം, അബ്രഹാമിൻ്റെ വീട്ടിൽ ദൂതന്മാർ വന്നപ്പോൾ, ദൈവദൂതന്മാർ എന്ന് അറിയാതെ അബ്രഹാം സാറയോട് പറഞ്ഞു, 3 ഇടങ്ങഴി മാവെടുത്ത് ക്ഷണത്തിൽ കുഴച്ച്. ക്ഷണത്തിൽ എപ്പോഴും കർത്താവ് പറയുന്നത് ബന്ധപ്പെട്ട് വാ, ക്ഷണത്തിൽ വാ, ശ്രദ്ധയോടെ വാ എന്നൊക്കെ പറയുന്നതാ. ചതഞ്ഞെന്നുള്ള രീതി മാറിയിട്ട് ക്ഷണത്തിൽ ധൃതി വെച്ച് മാവ് കുഴച്ചു, അപ്പം ഉണ്ടാക്കി, എല്ലാം റെഡിയാക്കി, പെട്ടെന്ന് തന്നെ എല്ലാം കൊണ്ട് കൊടുത്തുമോ? ക്ഷണത്തിൽ. എപ്പോഴും കർത്താവിന് ഇഷ്ടം ക്ഷണത്തിൽ ചെയ്യുന്ന വരിക. എന്തോ പറഞ്ഞാൽ ചടപടാൻ ചാടി പിടിക്കുന്ന പത്രോസിനെയൊക്കെ കർത്താവ് തിരഞ്ഞെടുത്ത എന്തുകൊണ്ടാ? ഒറ്റ ചാട്ടോ പത്രോസ് വന്ന്, ഞാൻ കർത്താവെ നീ ആകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വരിക. ഒരൊറ്റ ഓട്ടമാണ് പത്രോസ്. പിന്നാണ് ഇവിടെ വയ്ക്കുന്നത്, നീ പോക്കോ, നീ വെള്ളത്തിൽ കൂടെ പോകുന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് അവൻ എന്ത് ചെയ്തേ? അതാണ് പോയത്. ചാടിപ്പിടിക്കുന്ന മുക്കുവന്മാർ അല്ലെങ്കിൽ മീൻ പിടിക്കക്കാർ കർത്താവ് തിരഞ്ഞെടുത്തത് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ മുക്കുവന്മാരെ, ഭൂലോകത്തെ കീഴ്മേൽ മറയ്ക്കുന്നവർ ഇവിടെ എത്തിയോ? കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് നമ്മൾ ചാടി ഓടി ഇറങ്ങിപ്പോയിട്ടാണ്. ഒത്തിരി ബദ്ധപ്പാടുകളുണ്ടായിരുന്നു, ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുഗമിച്ച് നീ തത്രപ്പാടോടെ ഏറ്റവും എളുപ്പം ഒത്തിരി ഓടി ബസ് കയറി ഇറങ്ങി ഓടി ഇവിടെ വന്നത് നിന്റെ ആ ബദ്ധപ്പാടും വേഗത കണ്ടപ്പോൾ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി നീ ചെയ്ത് തന്നിരിക്കും. സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ നീ ഈ കനാനി സ്ത്രീയോട് പറഞ്ഞേക്കുന്നത്, ഇനി കൊച്ചിൻ്റെ സൗഖ്യം മാത്രമല്ല, നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നീ ചോദിച്ചോ. ഇത് മൊത്തം കൂടെ നിനക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഞാൻ തന്നിരിക്കുക. ഇതാണ് ശലോമോൻ ദൈവത്തെ പ്രസാദിപ്പിച്ചപ്പോൾ അവന് ചോദിച്ച വിവേകവും ജ്ഞാനമുള്ളൊരു ഹൃദയം, അവന് ദീർഘായുസ്, ശത്രു സംഹാരം ഒന്നും ചോദിക്കാതെ അവന് വേണ്ട. അവനോത്ര ജ്ഞാനമുള്ളവൻ അതിന് മുമ്പുമില്ല, അതിൻ്റെ പിമ്പുമില്ല. ശലോമോൻ്റെ ജ്ഞാനം കാണാനും കേൾക്കാനും ഒക്കെ ശെബാരാജ്ഞി വരെ വന്നു. നിനക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത് കാണാൻ രാജ്യങ്ങൾ കടന്ന് ആളുകൾ നിന്നെ തേടിയെത്തും. എൻ്റെ കർത്താവിൻ്റെ പേര് സർവശക്തൻ. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന് പ്രസാദമുള്ള ചെയ്താൽ എന്തോ വേണത് ചോദിച്ചോന്നോ അതിൻ്റെ അർത്ഥം. എന്തോ ചോദിച്ചാലും കർത്താവ് തരാം. എത്ര കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തോടൊന്ന് ചോദിക്കാം. ചോദിക്കുമ്പോൾ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തപരമായ നന്മയെ കൊണ്ട് കർത്താവ് നമ്മെ ഇന്ന് നിറയ്ക്കും. ഇസ്രായേൽ കൂടി ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നിൻ്റെ തലമുറയുടെ കാര്യത്തിൽ വിഷമിച്ച് ഭൂതോപദ്രവം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെട്ട്
നീ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നെങ്കിൽ. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ 45 വർഷമായി നീ ചോദിക്കുന്ന സകല വിഷയത്തിനും എൻ്റെ ദൈവം പരിഹാരം കൽപ്പിച്ചിരിക്കുക. ഈ പെടലി തൊട്ട് ഈ കൈയുടെ തുമ്പ് വരെ വേദനയുള്ള ആളാ അല്ലേ? അതെ. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഒരു 5-8 വർഷമായി. ആ, പെടലി തിരിക്കണമെങ്കിൽ ശരീരം മൊത്തം തിരിക്കണം. അതെ. ചൂടെ കയറി നിൽക്കാം. ഇതൊരു രോഗമാണ്. യേശു വിചാരിച്ചാലേ ഇത് സൗഖ്യമാവത്തു. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. ആ 2 കൈ ഒന്ന് ഉയർത്തി പിടിച്ച തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടി. യേശുവിന്റെ നാമത്തിൽ ഇവൾ സൗഖ്യമാകട്ടെ. പെടലിയെ കൂടെ ജീസസ് കർത്താവ് തൊടുന്നു, യേശു തൊടുന്നു. സിസ്റ്ററെ, ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ കൈക്കല്ലേ പ്രശ്നം ഉണ്ടായിരുന്നു? ഈ കൈയുടെ വിരൽ തുമ്പ് വരെയല്ലേ വേദന ഉണ്ടായിരുന്നു? പെടലി തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ചിരിച്ചോണ്ടാ പെടലി ഒന്ന് തിരിച്ചേ. ബോഡി തിരിക്കാതെ പെടലി തിരിച്ച് മേപ്പോട്ട് പൊക്കി, താപ്പോട്ട് പൊക്കി. ഇനി ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്തു. ഇച്ചിരിയിലും വേദന പെടലിക്കോ കൈക്കോ ഉണ്ടോ? ഇല്ല. യേശു അവളെ തൊടുന്നേ കണ്ടോണ്ട് അവളെ സൗഖ്യമാക്കാം. കർത്താവേ, ഈ ഒരാൾ പ്രാർത്ഥിക്കുമ്പോ പെടലി കൈവൊക്കെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കും. രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈവച്ച്, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ മീതെ യേശു കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. വലിയ മല പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം മഞ്ഞുപോലെ ഉരുകിപ്പോകട്ടെ. യേശുവിൻ്റെ നാമം വിജയിച്ച നാമമാണല്ലോ. ഈ നാമത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ നിറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് നിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. എന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഈ ശുശ്രൂഷയെ സഹായിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഉടനെ നിങ്ങൾ ഫോൺ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമുക്കതിനായി കൈകോർക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായി പ്രാർത്ഥിക്കാം, കൂട്ടായി പ്രവർത്തിക്കാം. കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ. യഹോവ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. Jesus Voice TV Viewers meeting at Chennai on March 23rd Saturday, time 9:30 am to 3 pm. Reverend Annie George ministering. Venue Christ Church near Devi Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99 611 59659.